ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ദം ചിക്കൻ കറിയാണ്. ഈ ദം ചിക്കൻ കറി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാനും അതേപോലെ ദം ഇട്ടിട്ട് കറി വെക്കുന്നു. പക്ഷേ ആ കറി വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, അതങ്ങോട്ട് ശരിയാവണ്ടേ. പക്ഷേ ഇപ്പം നമ്മൾ ദം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്നാ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് യാതൊരു ടെൻഷനും ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് നോക്കാം. അതാ ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. ഇത് ബേസിക്കലി നമ്മൾ ചെയ്യാനുള്ള നെയ്യിലാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പഞ്ചാബി ടച്ചും കൂടെ വരും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ബട്ടറിലാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിന് വേണ്ടിയത് കുറച്ച് ബട്ടർ, പിന്നെ വേണ്ടിയത് കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ മട്ടൺ ആയാലും ചിക്കൻ ആയാലും ധാരാളം കശകശ ചേർത്താൽ നല്ലതാണ്. ഇതെന്നാ വെള്ളത്തിൽ കിടക്കുന്നറിയോ, കശകശ ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് അരച്ചാൽ മാത്രമേ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടത്തുള്ളൂ, നല്ല കൊഴുപ്പ് കിട്ടത്തുള്ളേ. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് വെച്ചേക്കുന്നത്. ഇതെന്നാന്നോ, ഒരു ഉള്ളിയെ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. 1 കിലോ ചിക്കന് 1 ഉള്ളിയേ ഉള്ളൂ. പിന്നെ വേണ്ടിയ സ്പൈസസ് ഗ്രാമ്പൂ, പട്ട, ഇത് വലിയ ഏലക്കായാണ്. ഇത് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇടണം, ഒന്നില്ല, മസ്റ്റല്ല. പിന്നെ വേണ്ടത് നമ്മുടെ സാധാ ഏലക്ക. പിന്നെ ഇത് തക്കോല വാന്നു. പിന്നെ വേണ്ടിയ കുറച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. നേരത്തെ എടുത്തത് ഒറ്റ പച്ചയുള്ളിയല്ല അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനിയൊരു 3 ഉള്ളി ഇത്രയും നമ്മൾ ബിരിയാണിക്ക് വറുക്കുന്ന കൂട്ട് വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, നല്ല കട്ടി തൈര്, പിന്നെ നിറച്ച് മല്ലിയില. പിന്നെ വേണ്ടിയത് കുറച്ച് ചിക്കൻ. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ്. ഇനി ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ രുചി വരാനായിട്ട് ഇച്ചിരി ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടി. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ഓപ്ഷനൂടെ ഞാൻ തരാം. ഈ ബട്ടർ എന്ന് പറയുന്ന സാധനം മസ്റ്റല്ല, നമുക്ക് നെയ്യിലുണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബട്ടറും നെയ്യും അങ്ങനത്തെ ഫാറ്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വെജിറ്റബിൾ ഓയിലും വേണ്ട, നമുക്ക് ഒലീവ് ഓയിൽ നോക്കാം. പിന്നെ ഇതെല്ലാം പോയേച്ച് ഈ കറി നമുക്ക് വെളിച്ചെണ്ണ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒക്കെയല്ല കേട്ടോ, അത് മാത്രം ആ ടേസ്റ്റ് കിട്ടുകയില്ല. ഇനിയിപ്പോൾ അഥവാ നമുക്ക് വേണമെന്ന് വിചാരിച്ചോ, നമുക്ക് ആ ടേസ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാം ഉണ്ടാക്കണേ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ അങ്ങോട്ട് വേവാനായിട്ട് ഇട്ട് എല്ലാം ആക്കി കഴിഞ്ഞെല്ലാം കഴിയുകയല്ലേ, ആ സമയത്ത് 1 സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ആ ഫ്ലേവർ അതിനകത്ത് വരും. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ ഇച്ചിരി നമ്മുടെ പാനയിലോട്ട് ഇട്ടേച്ച് നമ്മുടെ അടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അത് ഫസ്റ്റ് നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ ഉപയോഗിച്ചാൽ മതിയേ. അതിനകത്തോട്ട് ഒരിച്ചിരി കുറച്ച് നമുക്ക് ഡെക്കറേഷൻ വെച്ചേക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവണേ, ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ. ഇതൊന്നിവിടെ ബ്രൗൺ ആവട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് ഈ മുരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ, ഇത് നല്ലതായിട്ട് നമുക്ക് വറുത്ത് കഴിഞ്ഞേച്ച് നമ്മുടെ കശകശയും കൂടെ ചേർത്തിട്ട് അതിന് നല്ലതായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിന്. ശരിക്കും ബേസിക്കലി പറയുവാണെങ്കിലുണ്ടല്ലോ, ഈ ബട്ടറിൽ ഉണ്ടാക്കുന്ന കറിയൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ.
ഇതിനകത്തോട്ട് ഞാൻ ഈ കുതിർത്ത് വെച്ചേക്കുന്ന ആ കശകശ അങ്ങ് ചേർക്കുക. കശകശ എത്ര കൂടുതൽ ഇടുന്നോ അത്രയും നല്ലതാ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചാൽ അത് മുഴുവനും ഇട്ടേക്കല്ലോ കേട്ടോ, ആവശ്യത്തിന്. എന്നാലും നമ്മൾ എപ്പോഴും ഇടുന്നതെന്ന് ഒരു ഇച്ചിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് വരുമെന്നാണ് അമ്മ പറയുന്നത്. ഒരിച്ചിരി മൂത്ത് കഴിഞ്ഞ് ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ നമ്മൾ ഈ ചുട്ട ചുവ വരുവേ, അത് വേണ്ട, അത്രയും വേണ്ട. എന്നാൽ അതൊന്ന് തന്നെ പറയുക, ഒരു ബ്രൗൺ ആവണം, അത്രേ ഉള്ളൂ. ഒരു വശം ബ്രൗൺ ആയേച്ചാൽ മതിയേ. എന്നിട്ട് അതിനെ ഇതിനകത്തോട്ട് ഞാൻ ഇടുക. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ടാൽ, ഒരൊറ്റ സ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. പൊതുവേ ഇത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് ഈ ഗ്രാമ്പു ഒരു 1, 2, 3, 4 അത്രയും മതി. പട്ട എപ്പോഴും കട്ടി കൂടിയ പട്ട എടുക്കല്ലേ, അത് എടുക്കുവാന്നേ തന്നെ ഒരു ഇച്ചിരി പോലും ഇട്ടേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ പട്ടയുടെ ഒരു കൂത്തലുണ്ടാവും. അത് മാത്രം, ആ സ്പൈസ് മാത്രം മുന്നിട്ട് നിൽക്കുവേ. പിന്നെ ഏലക്കായ ആണെങ്കിൽ ഒരു കുഞ്ഞ് ഏലക്കായ ഇട്ടാൽ മതി. ഇത് പൊതുവേ ഒരു വലിയ ഏലക്കായുടെ ഒരു വലിയ ഏലക്കായ, അന്നേരം ഒരെണ്ണം ഇട്ടാച്ചാൽ മതി. കുഞ്ഞ് ഏലക്ക ഒരു 2, 3. ഇത് ഒരുപാട് ഇപ്രാവശ്യം ഇടാനൊക്കത്തില്ല. കാര്യം എന്നാന്നവോ, ഈ വലിയ ഏലക്കായ്ക്കും ഭയങ്കര അതിൻ്റെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പം അത് കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ഏലക്ക ഒരുപാട് ഇടണ്ട. പൂവിൻ്റെ ഒരു 3, 4 ഇതൾ അത്രയും മതിയാവും. ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയില്ല, ഒരു ഉള്ളിയായിട്ട് അരിഞ്ഞേക്കുന്നേ, അതിനകത്തോട്ട് ഇനി ഈ ഉള്ളി ഇവിടെ കിടന്ന് ഇങ്ങനെ വഴന്ന് വരട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ കറിക്കുള്ളൊരു ഗുണം എന്നാണെന്നറിയാവോ, നമ്മൾ ഈ എടുക്കുന്ന പൊടിയെല്ലാം ഇല്ലയോ, ഇത് തന്നെയാണോ നമ്മൾ ചിക്കനിൽ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇനിയിപ്പം എന്നെപ്പോലെ ഇപ്പം ഞാൻ ചെയ്ത ഉള്ളി വഴറ്റി ഈ സ്പൈസസ് എല്ലാം ഇതിനകത്തിട്ടു ഒരു ഇച്ചിരി പണിയെടുക്കുമല്ലേ, ഇതൊന്നും എടുക്കാൻ മേലാത്ത ഇച്ചിരി മടി തോന്നുവാന്നേൽ, ഒരു ദിവസം നമുക്ക് ജോലി ചെയ്യാൻ മടി തോന്നുവാന്നേൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇതെല്ലാം കൂടെ ഒന്ന് പൊടിക്കണം. പൊടിച്ചേച്ച് ഈ കാണുന്ന ഈ ചെയ്ത് വെച്ചേക്കുന്ന പൊടിയും ഉള്ളിയും ഈ അപ്പോഴത്തേക്ക് ഈ ഉള്ളി എടുക്കണ്ട, അതിന് പകരം നമ്മുടെ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കനകത്തോട്ടൊന്ന് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് നമ്മൾ കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് വെച്ചാൽ അതൊന്ന് ഇതാവുമ്പോഴത്തേക്ക് ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് ആ ഇട്ട ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മേളിൽ സർഫസിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക്, അതായത് കാഷ്യൂ പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ കഴിയുമ്പോഴത്തേക്ക് എന്നാ പറയുക, നമ്മളിട്ട ഈ ബട്ടർ എല്ലാം അതിൻ്റെ സർഫസിലേക്ക് വരും. അത്രയും മാത്രം ചെയ്താൽ മതിയെങ്കിൽ അതും ഒരു പ്രത്യേക, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കറി ആ ടേസ്റ്റ് തന്നെ വരും. ഇത് ഇച്ചിരി നമ്മൾ കുറച്ചുകൂടെ മെനക്കെട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ അയ്യോ പാചകം മെനക്കെട്ട കാര്യമൊന്നുമല്ല, കലയാണ്, അത് നശിപ്പിക്കരുത്. പക്ഷെ എന്നാന്നറിയോ, ഇത് കുറച്ചുകൂടി രുചി വരും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്നാ ചെയ്യണം, നെക്സ്റ്റ് ചെയ്യേണ്ടത് ഉള്ളി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കനെ ഈ പറഞ്ഞ പൊടിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി അതിനോട്ട് ചെയ്യാം. ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും 1.5 ടീസ്പൂൺ ഇഞ്ചിയുമാണ്. അപ്പോൾ 3, അപ്പോൾ ഇതിനകത്ത് 1.5, അതിനകത്ത് 1.5, അങ്ങനെ ഇട്ടാച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനകത്തും ഇടാനുള്ളതാണേ. കുറച്ച് ഗരം മസാല, എല്ലാം 50-50 ബേസിസ് ഇടാവുള്ളൂ. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് എരിവ് കിട്ടുക വരാം, അതിന് വരെ നല്ല നിറമായിരിക്കുവേ. കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഉള്ളി, ബാക്കി ഉള്ളി ഇതിനകത്ത് ഇടാനുള്ളതാണേ. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് തൈര്,
കുറച്ച് ഇതിനകത്ത് ഒഴിക്കാനുള്ളയാ, അതുകൊണ്ട് മുഴുവൻ ഒഴിച്ചേക്കല്ല. അന്നേച്ച് ഇച്ചിരി ഉപ്പ്, കുറച്ച് പച്ചമുളക്. ഇനി ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് സാധനവും ഞാൻ ഇതിനകത്തിട്ടു. വേണമെങ്കിൽ സ്പൈസസും ഇടാം, നോ പ്രോബ്ലം. പൊടിക്കാനായിട്ട് പോകണമെന്നുമില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാഷ്യൂ പേസ്റ്റും നമ്മൾ ഇതിനകത്ത് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour വെച്ചേച്ച് നമ്മൾ വേവിച്ചെടുത്തേച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഏറ്റവും എളുപ്പമായ സാധനം. ഇനി എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി ബട്ടറും കൂടെ ഇട്ട് ഇങ്ങനെ കുഴച്ചേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ടിട്ട് വേവിക്കാനായിട്ട്. ഇതിപ്പോൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം ഇതിനെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ആ സൈഡിലിരിക്കട്ടെ. ഇത് ശരിക്കും ഓവർനൈറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണേ. ഇനി ഇതിനകത്തോട്ട് ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി പച്ചമുളക് ഇടുക. നമുക്ക് എരിവ് കണക്കാക്കി ഇട്ടേച്ചാൽ മതി. അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ബട്ടർ ഇടുവാണ്. എന്നാന്നോ അത് വഴറ്റാനുള്ളതൊന്നും കിട്ടുമല്ല എനിക്ക്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുക 1.5 സ്പൂൺ അതിനകത്ത് ഇട്ടായിരുന്നു. ഇനി ഒരു 1.5 സ്പൂണ് ഇതിനകത്തോട്ട് കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയായി ഇപ്പോൾ ഇട്ടെ. എന്നതാന്ന് പറഞ്ഞില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടി ഇടുന്നതിന് മുമ്പ് എന്നാ എടുക്കണമെന്നോ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ആ കറി അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെ ഞാൻ പറഞ്ഞത് എന്നാ പറയുക എല്ലാം കൂടെ പുരട്ടി വെച്ചേച്ച് വേവിച്ചെടുത്താലും അതിൻ്റെ ടേസ്റ്റ് നിൽക്കുകയല്ലേ എന്ന്. ഇല്ല, കാര്യം അത് നമുക്ക് കുറേ നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചല്ലേ വേവിക്കത്തുള്ളൂ. അന്നേരം ചിക്കനകത്തോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അത്ര അറിയുകയില്ല. ഇതിൻ്റെ ഒരു പച്ചച്ചൊവ മാറുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണം. ചൂടൊക്കെ പോയി. തീ അങ്ങോട്ട് കുറച്ചിട്ടേച്ച് വേണം പോകാനല്ലേ കരിയും. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇച്ചിരിയും കൂടി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ആ ചുവ പോവാനുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇനി ഇതിൻ്റെ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഞാൻ നമ്മുടെ പൊടിയെല്ലാം ഇടാൻ പോവാണേ. 50-50 അതിനകത്ത് ഇട്ടിട്ടുണ്ടേ. അത് നോക്കിയേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. 1 കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ 4 ടീസ്പൂണാണ് കണക്ക്. അപ്പോൾ അതനുസരിച്ച് വേണം 50-50 ആയിട്ട് ചേർക്കാൻ. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി ഇട്ടേക്കുന്നത് എന്നാണെന്നറിയാവോ, മറ്റേ അതിൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കണക്കാണ്. അപ്പോൾ അതിൻ്റെ അളവ് തെറ്റിപ്പോവാതിരിക്കാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതായിട്ട് നോക്കണ്ട, ഞാൻ പറയുന്ന പോലെ അതിനായിരിക്കും അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി തൈര് ചേർക്കുക. കുറച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ടേ. എന്നുവെച്ചാൽ ഇനിയാന്നു ഒരു ഇച്ചിരി പണിയുള്ളത്. എന്നാണെന്നറിയോ, എനിക്കൊരു ഇച്ചിരി പണിയുണ്ട്. ഇതിൻ്റെ എണ്ണ തെളിയിക്കണമെന്നുണ്ട്. ഞാനിപ്പോൾ അരപ്പ് ഒന്ന് മൂത്തേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇപ്പം ചിക്കനെ തന്നെ നല്ല അരപ്പൊക്കെ പെരണ്ടിരിക്കുവാണ്. ഞാൻ തീ അങ്ങോട്ട് കൂട്ടിയിട്ട് എല്ലാ അരപ്പും കൂടെ ഒന്ന് മിക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ബാക്കി തൈരും കൂടെ ചേർക്കണം. ഇപ്പം തന്നെ ആ ഫ്ലേവേഴ്സ് എല്ലാം, അതായത് ആ സ്പൈസസിനെല്ലാം ഉണ്ടല്ലോ, ആ ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനാന്നും അവർ പറയുന്നത് ശരിക്കും ദമ്മിടാൻ. അതായത് ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ചെറിയ ഫ്ലെയിമിൽ, അതായത് പണ്ട് കനലിടുന്ന അതിന് വേണ്ടിയിട്ടായിരിക്കാം.
ചെറിയ ഫ്ലെയിമേൽ ഇട്ടേച്ച് ഇതിനറ്റത്ത് ഫുള്ള് മൈദയുടെ ആ ഒരു മാവ് കുഴച്ച് ഒട്ടിച്ച് ദമ്മാക്കി എടുത്ത് ആ ഫ്ലേവർ ഫുൾ വെളിയിൽ പോവാതെ ഫ്ലേവർ കംപ്ലീറ്റ് ആ കറിയിലും ചിക്കനേലും എന്താ പറയുക അരിയിലും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ദം ബിരിയാണി അങ്ങനെ തന്നെ ദം ഇടുന്നതെന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഫ്ലേവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ദം പൊട്ടിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാന്ന് പറയില്ലേ, മണം വരും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയൊക്കെ മാക്സിമം ചേർത്തോണം കേട്ടോ. അന്നേച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ല, അതായത് കശകശയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്നത് അത് ഇതിനകത്തോട്ട് ചേർക്കണം. പിന്നെ ഇതൊക്കെ ദം ഇടുമ്പോഴത്തേക്കുള്ള ഒരു പ്രയാസവും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അടി പിടിക്കുകയില്ല. പക്ഷേ നമ്മളൊരു ചരുവത്തേൽ ഇടുമ്പോഴാണെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ചതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. അഥവാ ദം ഇടുവാണെങ്കിൽ, മറ്റാണെങ്കിൽ ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് അടപ്പ് ഇളക്കി മാറ്റി വെച്ച് നമുക്കൊന്ന് ഇളക്കാനായിട്ടുള്ള സൗകര്യം കിട്ടുവേ. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടി ഒരു മണമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാമോ? ഇതിനകത്ത് മല്ലിയില നിറച്ചിടുക, പിന്നെ പുതിനയുടെ ഇലയില്ലേ, പുതിനയുടെ ഇല നിറച്ചിടുക, രമ്പയില നിറച്ചിടുക. ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് തുറക്കുമ്പോൾ എന്നാ മണമാണെന്നറിയാവോ? അത് ശരിക്കും അങ്ങനെ ചെയ്താൽ ആ ഫ്ലേവർ കുറച്ചുകൂടെയൊക്കെ വരും, മണം കുറച്ചുകൂടെയൊക്കെ വരും. ഈ മിൻറ്റൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ വരുവേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടു നേരത്തെ കുറച്ച് ഉപ്പ്, പക്ഷേ പോരാ, നമ്മളൊരു ഇച്ചിരി ഇറച്ചിയിലും കൂടെ പിടിക്കാനായിട്ട് ഇടണ്ടായോ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണേ. പോരായിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരി ഇടേണ്ടി വരും, പക്ഷെ എന്നാലും ഉണ്ടല്ലോ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇറച്ചിയെ പിടിച്ച് കഴിയുമ്പോൾ എനിക്ക് കൂടിപ്പോയാൽ ഭയങ്കര വെപ്രാളാണ്, ടെൻഷനാണ്. എന്നിട്ട് ആ ഉപ്പും കൂടെ നല്ലതായിട്ടൊന്ന് പുരട്ടി വെച്ച് ഇന്നിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് അറിയോ? അധികം വെള്ളം ഒഴിക്കുകയില്ല. അതിന് പകരം നമുക്ക് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന കൂട്ട് തന്നെ അതിനെ ഒരു ദം ഇട്ടില്ലെങ്കിലും അതിനെ ഒരു അടപ്പ് വെച്ചൊക്കെ അടച്ച് അത് ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറിയേച്ച് ആ ചിക്കൻ ഒന്ന് വേവട്ടെ. ദമ്മൊന്നും ഇടാനായിട്ട് നമുക്കിപ്പോൾ നേരം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഈ കുഴച്ച് അതെല്ലാം ഒട്ടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നേരം പോവുകയെ, അതിനായിട്ട് അങ്ങ് നേരം പോവും. അതുകൊണ്ട് നമുക്ക് ദം ഇടാനുള്ള സമയം ഇല്ലെങ്കിലും നമ്മുടെ കറിക്ക് ഭയങ്കര ദുമ്മായിരിക്കും. നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയും ഇവിടെ റെഡിയാണ്. ഇനി ഒരു കാര്യം ഞാനും നിങ്ങളും എല്ലാം മറന്നുപോയി. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദം ബിരിയാണിയുടെ കാര്യവും അത് കാര്യം ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ചിക്കൻ കറിയുടെ പേരെന്നാന്ന് പറഞ്ഞില്ല കേട്ടോ ഇതുവരെ. ശരിക്കും ഇന്ന് ചെയ്തത് ഹൈദരാബാദി ദം ചിക്കൻ കറിയാണ് ചെയ്തേക്കുന്നത്.